ഹായ്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമുക്കൊരു സന്തോഷ വാർത്ത പറയാണ്ട് കേട്ടോ. നമ്മളെ അടുത്ത സ്വപ്നം പൂവണിയാൻ പോവുകയാണ് അല്ലേ അമ്മ? ഇതുണ്ടോ, ഇവിടുന്ന് നനങ്ങാൻ പറ്റാത്തൊരു കോലത്തിലാണ് കേട്ടോ. നമ്മളെ അടുക്കളയൊക്കെ പൊളിച്ച് നമ്മൾ അടുക്കള ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതൊക്കെ അടുക്കള പണിയിലാണ് കേട്ടോ. അപ്പൊ 2 ദിവസമായി നമ്മളെ അടുക്കള വീതനൊക്കെ പൊളിച്ചിട്ടിട്ട് കേട്ടോ. അപ്പൊ നമ്മളത് കാണിച്ചിരുന്നില്ല. കാണിക്കാത്ത മറ്റൊന്നുമല്ല, കുറച്ച് ദിവസങ്ങളായിട്ട് ചെറുതായിട്ട് അപ്പൂസും സന്തോഷേട്ടനും കൂടി നമ്മളെ ഇവിടുത്തെ തറയുമുണ്ടായിരുന്ന കല്ലൊക്കെ ഇങ്ങനെ ഒഴിവിനനുസരിച്ച് കല്ലൊക്കെ ഇങ്ങനെ എടുത്തിടുകയൊക്കെയായിരുന്നു ചെയ്തിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒക്കെ ഓരോ ഗ്യാപ്പിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ വ്ളോഗ് വല്ലാതെ ഇടാത്ത കാരണമാണ് അത് കാണിക്കാത്തത്. നമ്മളിപ്പോൾ ഷോർട്ട് ഫിലിമിലല്ലേ കുറച്ച് ദിവസമായിട്ട് അല്ലേ അമ്മ? അപ്പോൾ പിന്നെ ഇപ്പോൾ തിരക്കുമായി. അപ്പോൾ നമ്മളെ ഇന്നത്തെ പടവൊക്കെ ഇതാ ഏകദേശമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവിടെ നിന്നിട്ട് തുടങ്ങിയിട്ട് 4 വരിയൊക്കെ പടുത്ത് ഉയർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ ബെൽറ്റ് വേണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്. കാരണം അടി പാറയതുകൊണ്ട് അടി നമുക്ക് പാറയാണ്. അപ്പോൾ ബെൽറ്റിൻ്റെ ആവശ്യമില്ലാന്ന്. അപ്പോൾ നമ്മൾ അളിയൻ തന്നെയാണ് പണിയെടുക്കുന്നത് കേട്ടോ. സിന്തേച്ചീൻ്റെ അപ്പുട്ടേട്ടനും അപ്പുട്ടേട്ടൻ്റെ ഫ്രണ്ടും കൂടി വന്നിട്ട് പിന്നെ ഞാനല്ലേ പിന്നെ മെയിൻ പണിക്കാര്. നമുക്ക് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് ഇവിടെ അപ്പൊ പറഞ്ഞുതരാം. രാവിലെ ഇപ്പൊ സമയം എത്രയും നേരം ഉച്ചയ്ക്ക് നമ്മളെ ചോറിലൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയമാണ്. നമ്മളെ മനസ്സിന്റെ സന്തോഷം കൊണ്ട് എന്തെല്ലാം പറഞ്ഞു വിടണമെന്ന് അറിയണില്ല. കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് നമ്മളെ കാര്യങ്ങളൊക്കെ ഇന്ന് തുടക്കം കുറിച്ച്. അതും വെള്ളിയാഴ്ച നമ്മളെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഈ വെള്ളിയാഴ്ച മേലാട്ടോ സ്റ്റാർട്ട് ചെയ്യല്. അപ്പൊ എന്നും നമ്മളെ വീടിന്റെ കുറ്റിയടി, അതെ, പടവ് തുടങ്ങണത്, തറടല്, കരിങ്കല് തറടല്, പിന്നെ മെയിൻ വാർപ്പ്, പിന്നെ അവിടുന്ന് അങ്ങോട്ട് കയറി അങ്ങനെ വരും. ഓരോ ദിവസം അങ്ങനെ ആയി. ഞങ്ങൾ ഇന്ന് വരെ ചർച്ചയിൽ വരുന്ന കാര്യമാണ് എത്ര പെട്ടെന്ന് വീടൊക്കെ ഇങ്ങനെ ആക്കിയത്. ഒക്കെ ഓരോ വെള്ളിയാഴ്ചമെന്നാണ് തുടക്കടല്. അന്ന് പോലെ തന്നെ പടുക്കളയമ്മയ്ക്കും വന്നത് ഈ വെള്ളിയാഴ്ച ദിവസം തന്നെയാണ്. ഇന്നലെ കല്ല് വന്നു. ഇന്നലെ രാത്രി ആയിട്ടുണ്ട് കല്ല് വന്നപ്പോ. അങ്ങനെ അതാ കല്ലും വന്നിട്ടുണ്ട്. സ്പേസ് ഇപ്പൊ നമുക്ക് സ്ഥലമല്ല കേട്ടോ ഇന്ന് ഇറക്കാനുള്ളത്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പൊ ഇനി വീണ്ടും ഒരു കല്ല് ഇന്ന് വരില്ല, നാളേക്കൊക്കെ വരുള്ളൂ. ഇനി തറയ്ക്കുള്ള മണ്ണ് കിട്ടാനുണ്ട്. ഒരുപാട് മണ്ണ് പോയിണ്ട്. അപ്പോൾ നമ്മളിനി അടുക്കളയിൽ കുറേ കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് കാണുന്ന ഈ ഒരു ഭാഗം നമ്മൾ അടുക്കളയാണ്. ആ തലയ്ക്ക് തന്നെ നമ്മൾ പഴയ പോലെ തന്നെ വീതനയാണ് വരുന്നത്. പിന്നെ തറ കെട്ടി കഴിഞ്ഞിട്ട് ഫുള്ള് കാണിച്ചു പറഞ്ഞാൽ ചിലപ്പോൾ രത്തും പിടിയും കിട്ടൂല അല്ലേ. എന്നാലും നമ്മളെ മനസ്സിലെ പ്ലാന് പറഞ്ഞു തരികയാണ് കേട്ടോ. അവിടെയാണ് വീതന വരുന്നത്. അമ്മ ഇരിക്കണില്ലേ, നിന്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് ചാടി കിടക്കാൻ പറ്റണില്ല കേട്ടോ. ഞാൻ ചെരുപ്പ് ഇട്ടിട്ടില്ല കേട്ടോ. അത് കാണിക്കാനുള്ള വെപ്രാളം കൊണ്ടേ ചെരുപ്പൊക്കെ പുറത്താ കിടക്കണേ. അപ്പൊ ആ തലക്കല് വീതന അമ്മ ഇരിക്കണം അവിടെ. പിന്നെ ഇവിടെ ചെറിയൊരു ഗ്യാപ്പിൽ നമ്മൾ ഫ്രിഡ്ജ് വെക്കണം. ഫ്രിഡ്ജിൻ്റെ ആ സ്ഥലമാണ്. പിന്നെ ഇവിടെ നമുക്ക് ബാത്റൂം എന്തായാലും നിർബന്ധമാണ്. കാരണം നമ്മളെ ഉള്ളിൽ ഒറ്റ ബാത്റൂമേ ഉള്ളൂ. അവിടെ തന്നെ ചിലപ്പോൾ നമ്മൾ ക്യൂ നിൽക്കലാണ്. അപ്പോൾ 2 ബാത്റൂം നമുക്ക് നിർബന്ധമാണ് കേട്ടോ. അപ്പം അങ്ങനെയുള്ള ബാത്റൂം ഇവിടെ. പിന്നെ ഞാനീ നിൽക്കണത് ചെറിയൊരു സ്റ്റോർ റൂമുണ്ട്. നമുക്ക് സാധനങ്ങളൊക്കെ ഒന്ന് വെക്കാനുള്ളത് കുഞ്ഞു ഭാഗങ്ങളാണ് കേട്ടോ. പിന്നെ വാഷിംഗ് മെഷീൻ എന്തായാലും ഒരു റൂം അവിടെ വേണം. കാരണം കുറേ ആയിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ അവിടെ വെച്ചതാണ്. അത് വെക്കാനൊരു സ്ഥലമില്ലാത്ത കാരണം നമ്മൾ ഉപയോഗിക്കലില്ല. അപ്പോൾ അതിനുള്ള സ്ഥലമാണ്, അതിനുള്ള കണക്ഷനും കാര്യങ്ങളൊക്കെ കണ്ടോ, പൈപ്പും എല്ലാം ഉണ്ട് അവിടെ. ഇനി അതവിടെ വെച്ചാൽ മതി. പിന്നെ ഇവിടെ കുറച്ച് സ്ഥലം ഉണ്ടാവും. അവിടെ നമുക്ക് വിറക് വെക്കണമല്ലോ. അപ്പോൾ അങ്ങനെ അപ്പൊ നമ്മളെ പാട്ട് പാടുന്ന ജയശരണാണ് കേട്ടോ. അപ്പുട്ടേന്റെ ഒപ്പം വന്നിട്ടുള്ളത്. ജയശരണ പറമ്പിന്റെ മുകളിൽ കയറിക്ക. ബാലവാടിയിലും ഉണ്ട് ഒപ്പം പണി കേട്ടോ. ഇനിയും പെയിന്റിങ് കഴിഞ്ഞിട്ടില്ല, ഞങ്ങൾ ഇപ്പോഴാണ് അറിയണേ. അപ്പൊ അങ്ങനെ അടുക്കള ഇത്രയും സെറ്റപ്പിലാണ് നിക്കണത്. അപ്പുട്ടേട്ടാ അപ്പൊ സിന്തേച്ചീനെ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. സിന്തേച്ചി ഇനി ഒന്നും കൂടി ഉയർന്നോട്ടെ, എന്നിട്ട് വരാൻ നേരത്തെ നിൽക്കുകയാണ്. വരും. അടിയില് ഫുള്ള് പാറയതുകൊണ്ടേ ഇതൊക്കെ പാറയാണ്. നമുക്ക് ഇവിടെ വെട്ടുപാറയാണേ. എന്തേനും ഇവിടെ കളച്ചാല് പറ്റൂല. അപ്പൊ അതുകൊണ്ട് ബെറ്റ് പാർപ്പില്ല, ഇങ്ങനെ പടുത്ത് പോകണേ.
ഇവിടെ എന്തേലും പറയുങ്ങളെ ഉണ്ടപ്പോഴേ ചിരിച്ചിങ്ങനെ നിൽക്കണം ഉണ്ടാതെ എന്തൊക്കെ കാട്ടി. അല്ല ഇതെന്താ കേട്ടാ പൊട്ടേട്ടാ ഈ ജലത്ത് എന്താ ചെയ്യാ? സൺസൈഡ് അല്ലേ ആ ബാത്റൂമിന്റെ അത് ഈ ഇവിടേക്ക് വരൂലേ? പൈപ്പിടെ ഫാന് പുറത്തേക്കില്ലേ? അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടല്ലേ, അല്ലെങ്കിൽ സ്മെല്ല് വരും. ഇപ്പൊ അവിടെ ചെറിയതുണ്ടല്ലേ, അത് കുറച്ച് പ്രശ്നമുണ്ട് അല്ലേ ചേച്ചി? അവിടെ ആ പൈപ്പ് ഈ പൈപ്പ് ഉള്ളിലേക്ക് ആക്കാലൊക്കെ കെട്ടി തന്നെ ഒരു പണികൾ നടക്കാണ്ട് ഞാൻ. അത് ബാത്റൂമിന്റെ വെള്ളത്തിന്റെ പൈപ്പ്. അങ്ങനെ നമ്മള് വാർക്കാൻ തന്നെ നമ്മള് കരുതി ഓടും മരല്ല. ആദ്യം ഓടും മരം ആക്കാന്ന് പറഞ്ഞിരുന്നു തണുപ്പിന് വേണ്ടിട്ട്. പിന്നെ ഷീറ്റാക്കാൻ ഇപ്പൊ വാർക്കാൻ തന്നെ. പിന്നെ അവസാനം അതാ നല്ലത്. ഓടായ പിന്നെ കൊറേ കഴിഞ്ഞാൽ ചിലപ്പോ ചോർച്ച വരും. കാരണം നമ്മള് കൊറേ ചോർച്ച അനുഭവം ഉള്ളതുകൊണ്ട് ഇനിയിപ്പോ ഒരു പേടിയാണ്. നല്ലതുണ്ട്. ഇനിയിപ്പോ കൊറേ കല്ലുണ്ടെങ്കില്ല എത്തക്കിയാ ഒന്ന് 3 ലോഡ് കല്ലാണ് അല്ലേ വേണ്ടി വരുന്ന. 3 ലോഡൊന്നും പോരാ. 3 മുക്കൂല. അല്ല ഇത് തന്നെ അവിടെ എത്ര ഈ കല്ല് തന്നെ 250 കല്ലോടെ ഉണ്ട്. 250 10-300 കല്ലിന്റെ മുകളിൽ വരില്ലേ ഈ തറക്ക് തന്നെ? 300 കല്ലിന്റെ മുകളിൽ വരുന്നുണ്ട്. അതുണ്ട് എടുക്കാം. അത് 7 കല്ല് അവിടെ നിന്ന് ഏറ്റാണ്ട് നമുക്ക് കല്ലിറക്കാൻ സ്ഥലമില്ലാണ്ട്. അപ്പം അതിനും ബാക്കി പണി ഫുള്ള് തൊട്ട് കയറ്റുന്നിട്ട് കാണിച്ചു തരാം അല്ലേ? കടി എടുക്കേ ചേട്ടൊന്ന് പാട്ടുണ്ടോ ക്ഷീണിച്ചിട്ട്? കല്ലേറ്റ് അപ്പുട്ടന്റെ സെലക്ഷൻ ആണ്. പോകുമ്പോ പോവാടി പെണ്ണെ പോവാടി പെണ്ണേന്ന് പറയുന്നത്. നമ്മളെ പടവ് ആ ഭാഗത്തു നിന്നാണ് പോയിട്ട് കഴിഞ്ഞിട്ടില്ല. ഇങ്ങോട്ട് എത്താണ്ട് വീതന ഭാഗത്തേക്ക് ലാസ്റ്റിക്ക് എത്താനാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മള് ചായ കുടിക്കാനുള്ള ബ്രേക്കാണ്. പൊക്കവടയും എങ്ങനെയുണ്ട് പൊക്കവട? ഞങ്ങളെ സ്ഥിരം കടിയാണ് പൊക്കവട. ഇന്നലെ പരിപ്പുവട. അല്ലെങ്കിൽ ഇന്നലെ പരിപ്പുവടയായിരുന്നു. ഇന്ന് പൊക്കവട. എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനേ, അതുകൊണ്ട് ഇന്ന് എളുപ്പം കൈയിന്റെ കളറ് റബ്ബർ ഇട്ടുമ്പോ കല്ലേറ്റി കൊണ്ടാണ് കല്ലേറ്റാൻ പോരെ ചെമ്മീൻ. അത് ഏറ്റി കൊണ്ടുവരുമ്പോ നല്ല എളുപ്പമുണ്ട് കനല്ല തോന്നുന്നുണ്ട്. തോന്നും ഉണ്ടോ? വെയിറ്റ് കമ്മിയുണ്ട് അല്ലേ? ഇനി സിമെന്റ് തൊത്തോ ഞങ്ങൾ കല്ലേറ്റെ. സിമെന്റ് ഇട്ടി കൊടുത്ത് ഞാനാ. ഇത് രസമുണ്ടല്ലോ ഒക്കാടെ. അങ്ങോട്ട് 15 മതി. അവിടെ ഉണ്ട്. ഇനി 15 അവിടെ നിന്ന് ഏറ്റിക്കൊണ്ടിരണം. ചോടേ ഉള്ളൂ. എന്താ പ്രശ്നം ചേച്ചിയാ? എന്താ പ്രശ്നം? ഇവർക്ക് പാട്ട് പാടൽ നിർബന്ധമാണെന്ന്. പാട്ട് പാടൽ നിർബന്ധം. അപ്പോഴാണ് പാടണ്ട. അപ്പൊ പാടി എന്താ പാടി? നമ്മളിപ്പോ ഏതാ പാട്ട് പാടുക? ഏതെങ്കിലും ഇങ്ങനെ കാണാലോ. ഇന്നെ വരും ചെയ്തു രാത്രി. നിങ്ങള് ആലോചിക്ക് പാട്ടടി. ഏത് പാട്ടാ പാടേണ്ടത്? നമ്മള് പണിക്ക് വരുമ്പോ പാടണേ. പാട്ടായിട്ടേ പോണുള്ളൂ. ഉച്ചക്ക് പറഞ്ഞിട്ട് കിട്ടിയോ?
ആലങ്ങട്ടങ്ങാടി കാള കളിക്കുമ്പോ കാലം ചെറുതാടി പെണ്ണെ താലം പിടിച്ചു നടക്കണ പ്രായത്തിൽ ആരു ചതിച്ചതടി കുന്നിച്ചെരുവു മറവറ്റിപ്പോകുമ്പോ ഞാനും കൂടെ ഇല്ലേ പെണ്ണെ കുന്നു മറഞ്ഞു നീ പോകുമ്പോഴെന്തിനാ കണ്ണു നിറയുന്നേ ആലങ്ങട്ടങ്ങാടി കാള കടിക്കുമ്പോ കാലം ചെറുതാടി പെണ്ണെ താലം പിടിച്ചു നടക്കണ പ്രായത്തിൽ ആരു ചതിച്ചതടി കുന്നിച്ചെരുവു മറവറ്റി പോകുമ്പോ ഞാനും കൂടെ ഇല്ലേ പെണ്ണെ കുന്നു മറഞ്ഞു നീ പോകുമ്പോഴെന്തിനാ കണ്ണു നിറയുന്നേ വണ്ണം കുറഞ്ഞാലും എണ്ണം കുറയ്ക്കല്ലേ വണ്ണാത്തി കിളിയേ പെണ്ണെ കണ്ണടയും വരെ കൈക്കു പിടിക്കണ പെണ്ണും നീയല്ലേ പൊന്നോണത്തിനരഞ്ഞണമിട്ടൊരു പൊന്നിൻ ചിങ്ങപ്പൂവേ നിന്റെ പൊന്നും കുടത്തിന് പൊട്ടന്തിന വേറെ പൊന്നാരം കിളിയേ ആലങ്ങട്ടങ്ങാടി കാള കളിക്കുമ്പോ കാലും ചെറുതാടി പെണ്ണെ താലം പിടിച്ചു നടക്കണ പ്രായത്തിൽ ആരു ചതിച്ചതടി ചന്ദനമെന്തിന ചന്തവുമെന്തിന സിന്ദൂരപ്പൊട്ടു നിനക്കെന്തിന ചന്ദനപ്പൊട്ടിന്റെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ലേടി നിന്റെ ചന്തത്തിനൊട്ടും കുറവില്ലേടി പച്ചപ്പാനന്ദത്തെ കുപ്പി വള്ളക്കാരി നിന്നുടെ നാടേതു വീടേതേടി ഈ നാടു വിട്ടുമാറു നട്ടിൽ ചെന്നാലും നിന്നെ മറക്കില്ല പൊന്നുമോളെ നിന്നെ മറക്കില്ല പൊന്നുമോളെ പട്ടിക്കാടുമാല മുട്ടുത്തിക്കേരാലും നിന്നെ പുറത്തഞ്ഞ പൊന്നുമോളെ ചുണ്ടത്ത് പുഞ്ചിരിയുള്ളില് വഞ്ചന നാത്തോനി നിത്യം പറച്ചല്ലേടി നിന്റെ നാത്തോനി നിത്യം പറച്ചതല്ലേ ആരും കൈയ്യണ്ടില്ല ഇതിന്റെ സാഹസിക അതുകൊണ്ട് ഇപ്പൊ ഇനി പണിക്ക് ഇങ്ങനെ പാട്ടുണ്ടാവും ഇനി ഒരാഴ്ച കഴിഞ്ഞാൽ വരികയില്ല ഒരാഴ്ച കഴിഞ്ഞാൽ പണി തുടങ്ങി നമ്മളെ പണിയില്ല അടിപൊളി പാട്ടായില്ല പാട്ട് പാടിയിട്ടേ പോകുള്ളൂ എന്നാണ് നിർബന്ധം നിങ്ങൾ കാണിച്ചെടുത്ത പണി കാണിച്ചെടുത്ത കാണിച്ചെടുക്ക ഫുള്ളായി നമ്മളെ തറേന്റെ പണി തറപ്പണി കഴിഞ്ഞിട്ടാ ശരിയാ ഈ ഫുള്ള് പണി കഴിഞ്ഞിട്ട് കാട്ടിക്കൊടുക്ക ഐഡിയ കിട്ടുണ്ടോ ഏകദേശം ഇങ്ങനെ കാണിച്ചെടുത്തേക്ക് നേരത്തെ വെറും തറയിട്ടല്ലേ കണ്ടേ ഫസ്റ്റ് ഈ മൂലക്കെ തൊട്ട് ഈ നീളത്തിൽ കാണുന്നത് വീതിയൊക്കെ ഉണ്ടോ കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ല സാറേ അതിന്റെ കോഴികളെ തീറ്റയ്ക്ക് വന്നിട്ട് നിർത്തല്ലോ എന്നാലും ഇനി പിന്നെ പറയാം ഭയങ്കര ക്ഷീണിച്ചാകട്ടെ പ്ലാൻ ഉണ്ട് ആ പ്ലാന് കാണാം അതല്ല അത് മഴ ചെയ്താൽ ചിലപ്പോ നന്നെ നാശമാവും അതത്ര നാശമുണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് അടുത്ത പണി മണ്ണിറക്കലാണല്ലേ അടുത്ത പണി മണ്ണിറക്കണം നമ്മള് ബാലവാടി നോക്കി ആകെ കളർഫുള്ളാക്കി നല്ല മഴവില്ല് പോലെ മാൻപയില് മെല്ലൊന്ന് പാസ് ചെയ്തിട്ടോ അപ്പൊ നാളെ കാണാം കേട്ടോ കോഴികളൊക്കെ ഉള്ളിക്ക് ചോറിന് അഴിക്ക് എന്നിട്ട് അതൊക്കെ നാളെ കാണാം കേട്ടോ ബൈ.